Good morning, guys. We are moving to our third module, that is environmental pollution and its control. തേർഡ് മൊഡ്യൂളിൻ്റെ സിലബസ് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ദെൻ രണ്ട് ടേംസ്, അതായത് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അനാലിസിസും, ഈ രണ്ട് ടേംസിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കാനുണ്ട്. ദെൻ സോളിഡ് വേസ്റ്റ് എന്താണെന്നും അതിൻ്റെ മാനേജ്മെൻറ്റും അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ദെൻ ഇതിൻ്റെ ശേഷം ഏറ്റവും ലാസ്റ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. Then we can move to the first topic, environment. Simply we can say man and his surrounding is called environment. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ സറൗണ്ടിങ്, അതായത് അതിൻ്റെ ചുറ്റുപാട്, അത് താമസിക്കുന്ന അതിൻ്റെ ചുറ്റുപാടിനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എൻവയോൺമെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ആൻഡ് വി ക്യാൻ സേ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് അറ്റ്മോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ ആൻഡ് ലിത്തോസ്ഫിയർ. എയർ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിനെ നമ്മൾ അറ്റ്മോസ്ഫിയർ എന്നും, വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലേസിനെ ഹൈഡ്രോസ്ഫിയർ എന്നും, ആൻഡ് ലിത്തോസ്ഫിയർ എന്ന് പറയുമ്പോൾ ദ പ്ലേസ് വെയർ സോയിൽ ഈസ് അവൈലബിൾ. ഇപ്പം ഇത് മൂന്നും ഇല്ല എങ്കിൽ ഒരിക്കലും ലൈഫ് പോസിബിൾ അല്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷനാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. Environmental pollution may be defined as the direct or indirect alteration of the environment in such a way that it adversely affects human health, quality of air, water, soil, etc. അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റിലേക്ക് ഏതെങ്കിലും കണ്ടാമിനൻസ് ഓർ കെമിക്കൽസ് ഒക്കെ ആഡ് ആവുകയും ദെൻ ഈ ഒരു കെമിക്കൽസിൻ്റെ പ്രസൻസ് എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി, എൻവയോൺമെൻറ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പം എയറിൻ്റെ ക്വാളിറ്റിയും വാട്ടർ ക്വാളിറ്റിയും ഒക്കെയാണ്. അപ്പം ഇത് നഷ്ടപ്പെടുകയും ആ ഒരു കണ്ടീഷൻ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്താൽ അതാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ. ആക്ച്വലി ഈ കണ്ടാമിനൻസും കെമിക്കൽസും ഒക്കെ എൻവയോൺമെൻറ്റിൽ ഓൾറെഡി കാണും. എന്തായാലും നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പൊല്യൂട്ടൻസ് എൻവയോൺമെൻറ്റിൽ ഉണ്ടാവും. പക്ഷെ അതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ ആണെങ്കിൽ, അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ നമ്മളത് ഒരിക്കലും പൊല്യൂഷൻ എന്ന് കൺസിഡർ ചെയ്യാറില്ല. പക്ഷെ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറേ ആയിട്ട്, അതായത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് കൂടി ആ കോൺസെൻട്രേഷൻ ഹൈ ലെവൽ എത്തിയിട്ട് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് പൊല്യൂഷൻ എന്ന് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, പൊല്യൂട്ടൻസ്. എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന ഏതൊരു മെറ്റീരിയലിനെയും നമുക്ക് പൊല്യൂട്ടൻസ് എന്ന് പറയാം. എനി സബ്സ്റ്റൻസ് വിച്ച് പൊല്യൂട്ട് ദ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ് പൊല്യൂട്ടൻസ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് പൊല്യൂട്ടൻസ്, അതായത് ഏതൊക്കെ തരത്തിലുള്ള പൊല്യൂട്ടൻസ് ഉണ്ട് എന്നുള്ളത്. സോ ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, പൊല്യൂട്ടൻസ് ആർ പ്രൈമറി പൊല്യൂട്ടൻസ് ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. ഒറിജിൻ എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്, അതിൻ്റെ സോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടത് എൻവയോൺമെൻറ്റിലേക്ക് എമിറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി അത് ഏത് ഫോമിലാണോ
എമിറ്റ് ചെയ്തത് അതേ ഫോമിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും. ബട്ട് സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യുന്നതല്ല. എൻവയോൺമെന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രൈമറി പൊല്യൂട്ടൻസ് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നവരാണ് സെക്കൻഡറി പൊല്യൂട്ടൻസ്. സോ എക്സാമ്പിൾസ് നോക്കുക. പ്രൈമറി പൊല്യൂട്ടൻസിന് സ്മോക്കും ഫ്യൂംസും ഡസ്റ്റും ഒക്കെയാണ് എക്സാമ്പിൾ. ആൻഡ് സെക്കൻഡറി പൊല്യൂട്ടൻസിന് ഓസോൺസ്, കീറ്റോൺ, സൾഫർ, ട്രയോക്സൈഡ് ഒക്കെയാണ് എക്സാമ്പിൾസ്. ദെൻ പൊല്യൂട്ടൻസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദ നേച്ചർ. That is biodegradable pollutants and non-biodegradable pollutants. ഇതില് ബയോഡീഗ്രേഡബിൾ, ആക്ച്വലി ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ബയോഡീഗ്രേഡബിൾ എന്ന് പറയുമ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് ഡീകമ്പോസ് ചെയ്ത് സോയിലിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പൊല്യൂട്ടൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റ് തന്നെയാണ്. പിന്നെ പേപ്പർ വേസ്റ്റ് ഒക്കെ അതിലേക്ക് പറയാൻ പറ്റും. ദെൻ നോൺ ബയോഡീഗ്രേഡബിൾ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ പൊല്യൂട്ടൻസിനെ മൈക്രോ ഓർഗാനിസത്തിന് ഒരിക്കലും ഡീകമ്പോസ് ചെയ്ത് കളയാൻ പറ്റില്ല. എക്സാമ്പിൾ പ്ലാസ്റ്റിക്കും ഗ്ലാസും ഒക്കെയാണ്. ദെൻ ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അതിൽ നിങ്ങൾക്ക് ഒരു 8 ടൈപ്പ് എൻവയോൺമെന്റൽ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ആർ: ഫസ്റ്റ് വൺ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഓയിൽ പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, ന്യൂക്ലിയർ പൊല്യൂഷൻ ആൻഡ് സോയിൽ പൊല്യൂഷൻ. അപ്പം ഇത്രയും ടൈപ്പ് പൊല്യൂഷൻസ് എന്താണെന്നും അതിൻ്റെ കോസസ്, ഇങ്ങനെ ഈ പൊല്യൂഷൻസ് ഉണ്ടാവാനുള്ളതിൻ്റെ റീസൺ അല്ലെങ്കിൽ അതിൻ്റെ കോസസും, ഈ പൊല്യൂഷൻ ഉണ്ടാവുമ്പോൾ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി എയർ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. According to Government of India Air Act, air pollution means any solid, liquid or gaseous substances present in the atmosphere in such concentrations that may tend to be injurious to human beings or other living creatures or plants or property or enjoyment. അതായത് സോളിഡ്, ലിക്വിഡ് ഓർ ഗേഷ്യസ് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഒരു ലിമിറ്റിൽ കൂടുതലാവുകയും, അതായത് ഹൈ കോൺസെൻട്രേഷനിലാവുകയും, അത് ഹ്യൂമൻ ബീങ്സിനെയും, നമുക്ക് ഹ്യൂമൻ ബീങ്സിനെയും അതർ ലിവിങ് ഓർഗാനിസത്തിനെയും, ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ, ദെൻ പ്ലാന്റ്സിനെയും മെറ്റീരിയൽസിനെയും ഒക്കെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യുവാണ് എങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് എയർ പൊല്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എയർ പൊല്യൂട്ടൻസ്. എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് ബേസ്ഡ് ഓൺ ദ ഒറിജിൻ, ഏതാണ് അതിൻ്റെ സോഴ്സ് എന്നുള്ളത് വെച്ചിട്ട് നമുക്കതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി പൊല്യൂട്ടൻസും സെക്കൻഡറി പൊല്യൂട്ടൻസും. ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വീണ്ടും പറയുന്നില്ല. അപ്പം അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സ്മോക്ക്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ് ഒക്കെയാണ്. സ്മോക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസിൻ്റെ ചിമ്മിനീസിൽ നിന്ന് എൻവയോൺമെന്റിലേക്ക് എമിറ്റ് ചെയ്യുന്ന ഒരു കാർബൺ പാർട്ടിക്കിൾസ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്.
അതുപോലെ സൾഫർ ഡയോക്സൈഡും ഒരുപാട് ഇൻഡസ്ട്രീസിൽ നിന്ന് പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നൊരു ഗേഷ്യസ് ആയിട്ടുള്ള പൊല്യൂട്ടൻ്റ് ആണ്. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നോർമലി സൂപ്പർസോണിക് എയർക്രാഫ്റ്റിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നതാണ് ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഗേഷ്യസ് പൊല്യൂട്ടൻ്റ്. ദെൻ സെക്കൻഡറി പൊല്യൂട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി പൊല്യൂട്ടൻസ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് ഓസോൺസും കീറ്റോൺസും ആണ് അതിന് എക്സാമ്പിൾ. ദെൻ ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ ആ പൊല്യൂട്ടൻസ് കാണപ്പെടുന്ന അവസ്ഥ, അത് ഏത് ഫോം, അതായത് ഗ്യാസ് ആണോ സോളിഡ് ആണോ ലിക്വിഡ് ആണോ, അത് ഏത് ഫോമിൽ കാണപ്പെടുന്നു എന്നുള്ളതാണ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്നുള്ള വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ബേസിസിൽ നമുക്ക് പൊല്യൂട്ടൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഗേഷ്യസ് എയർ പൊല്യൂട്ടൻ്റ് എന്നും പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻ്റ് എന്നും. ഗേഷ്യസ് എയർ പൊല്യൂട്ടൻ്റ്, ഗേഷ്യസ് എന്ന് പറയുമ്പോൾ ഗ്യാസ് ഫോമിൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, ഇവരെല്ലാം ഗേഷ്യസ് എയർ പൊല്യൂട്ടൻസ് ആണ്. ദെൻ പർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, ഡസ്റ്റ്, സ്മോക്ക്, സ്പ്രേ, ഇവരൊക്കെ. അപ്പം ഈ സ്മോക്കിൻ്റെ അകത്തൊക്കെ നമുക്ക് നേക്കഡ് ഐസ് വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും ആ സ്മോക്ക് എന്ന് പറയുമ്പോൾ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാർബൺ പാർട്ടിക്കിൾസ് ആണ്. ദെൻ ഡസ്റ്റ് നിങ്ങൾക്ക് അറിയാം, അത് നമുക്ക് നേക്കഡ് ഐസ് വെച്ചിട്ട് തന്നെ കാണാൻ പറ്റുന്നതാണ് ഡസ്റ്റ്. ദെൻ സ്പ്രേയും അതിൻ്റെ അകത്തും മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് ഉണ്ട്. നെക്സ്റ്റ് സോഴ്സസ് ഓഫ് എയർ പൊല്യൂഷൻ, അതായത് ഈ എയർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ തന്നെ നമുക്ക് നാച്ചുറൽ സോഴ്സ് എന്നും മാൻമെയ്ഡ് സോഴ്സസ് എന്നും പറയാൻ പറ്റും. അതായത് നാച്ചുറൽ റീസൺ, നാച്ചുറലി എയർ പൊല്യൂഷൻ ഉണ്ടാവാം, ആർട്ടിഫിഷ്യലി അതായത് നമ്മുടെ ആക്ടിവിറ്റീസ് കൊണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവാം. അതിൽ ഫസ്റ്റ് നമുക്ക് നാച്ചുറൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അനേറോബിക് ഡീകമ്പോസിഷൻ, ദെൻ വോൾക്കാനിക് എറപ്ഷൻ, സോൾട്ട് സ്പ്രേ, ഡസ്റ്റ് സ്റ്റോംസ്, ഫോറസ്റ്റ് ഫയർ. ഇതിൽ അനേറോബിക് ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം ഇങ്ങനെ ഒരു ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ, അനേറോബിക് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഹൈഡ്രജൻ സൾഫൈഡും മീത്തൈനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എൻവയോൺമെന്റിലേക്ക് ലിബറേറ്റ് ചെയ്യും. ദെൻ വോൾക്കാനിക് എറപ്ഷൻ എന്ന് പറയുമ്പോൾ അഗ്നിപർവ്വതം പൊട്ടുന്നത്, അത് നിങ്ങൾക്ക് കോമൺ ആയിരിക്കും, ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ വോൾക്കാനിക് എറപ്ഷൻ നടക്കുന്ന ടൈമിൽ ഒരുപാട് ഡസ്റ്റും സ്മോക്കും ഒക്കെ എൻവയോൺമെന്റിലേക്ക്, അതുപോലെ ഒരുപാട് ഗ്യാസ് ഒക്കെ എൻവയോൺമെന്റിലേക്ക് ലിബറേറ്റ് ചെയ്യാറുണ്ട്. ദെൻ സോൾട്ട് സ്പ്രേ എന്ന് പറയുമ്പോൾ സമുദ്രത്തിന്റെ സർഫസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഓഷൻ എന്ന് പറയുമ്പോൾ അല്ലെ സീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ സോൾട്ട് NaClന്റെ പ്രസൻസ് ഉണ്ടാവും. ഈ ഓഷന്റെ സർഫസും അറ്റ്മോസ്ഫിയറിന്റെ സർഫസും കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന സ്പേസിൽ ബബിൾസ് ഫോം ചെയ്യും, വേവ്സ് ഫോം ചെയ്യുമ്പോൾ അവിടെ ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് ബസ്റ്റ് ചെയ്യുമ്പോഴത്തേനും ഇതിന്റെ ആ സോൾട്ട് വരുന്ന പാർട്ടിക്കിൾസ്, NaClന്റെ പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയറിലേക്ക് ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങും, അറ്റ്മോസ്ഫിയറിലേക്ക് ലിബറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് സോൾട്ട് സ്പ്രേ എന്ന് പറയുന്നത്. ദെൻ ഡസ്റ്റ് സ്റ്റോം, അത് പൊടിക്കാറ്റ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, കാറ്റ് വരുമ്പോൾ പൊടി വരുന്ന ആ ഒരു ഇമ്പാക്റ്റ്. ദെൻ ഫോറസ്റ്റ് ഫയർ, ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ കാട്ടുതീ. ഫോറസ്റ്റ് ഫയർ കോമൺലി നാച്ചുറലി ഒക്കർ ചെയ്യാറുണ്ട്. ദെൻ ഹ്യൂമൻ ബീങ്സിൻ്റെ എന്തെങ്കിലും കെയർലെസ്നെസ് കൊണ്ടും ഈ ഫോറസ്റ്റ് ഫയർ വരാറുണ്ട്. പക്ഷെ നോർമലി സമ്മർ സീസണിലൊക്കെ നാച്ചുറലി ആണ് ഫോറസ്റ്റ് ഫയർ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഫോറസ്റ്റ് ഫയർ നടക്കുമ്പോഴും കൂടുതലായിട്ട് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബണിൻ്റെ ഒരു പൊല്യൂട്ടൻസ് ആയിരിക്കും അറ്റ്മോസ്ഫിയറിലേക്ക് കൂടുതലായിട്ട് ലിബറേറ്റ് ചെയ്യുന്നത്. ദെൻ മാൻമെയ്ഡ് സോഴ്സ്, അതായത് ഹ്യൂമൻ ബീങ്സിന്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊണ്ടുണ്ടാവുന്നതാണ് മാൻമെയ്ഡ് സോഴ്സസിലേക്ക് വരുന്നത്. ഫസ്റ്റ് വൺ എക്സോസ്റ്റ് ഫ്രം ഓട്ടോമൊബൈൽസ്, അതാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള എയർ പൊല്യൂഷന്റെ കാരണവും ഈ ഓട്ടോമൊബൈൽസിൽ നിന്നുള്ള എക്സോസ്റ്റ് തന്നെയാണ്. കാരണം അത്രയും നമ്പർ ഓഫ് വെഹിക്കിൾസ് ആണ് ഒരു ദിവസം
എന്താ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആണ് മെയിൻലി ഈ ഓട്ടോമൊബൈൽസിൻ്റെ എക്സോസ്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വനനശീകരണമാണ്, ഫോറസ്റ്റ് നശിപ്പിക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഈ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റ്സ് ആണ്, ട്രീസ് ആണ്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജൻ ആക്കി കൺവേർട്ട് ചെയ്യാണ് ഈ പ്ലാന്റ്സ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിനെ എല്ലാം അബ്സോർവ് ചെയ്യുന്നു, ഫോട്ടോസിന്തസിസ് നടത്തിയതിന് ശേഷം ഓക്സിജൻ ലിബറേറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു കൺവേർഷൻ പ്രോസസ്സാണ് ഈ ട്രീസും പ്ലാന്റ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതിനെ എല്ലാത്തിനെയും നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോഴത്തേനും ഈ ഒരു കൺവേർഷൻ പ്രോസസ്സ് അതിനനുസരിച്ച് റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം അതാണ് ഡീഫോറസ്റ്റേഷൻ ഒരു എയർ പൊല്യൂഷൻ്റെ സോഴ്സ് ആവുന്നതിൻ്റെ കാരണം. ദെൻ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസിനെ ബേൺ ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നു. ദെൻ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസസ്. ഈ പെസ്റ്റിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ആ കെമിക്കൽസ് അറ്റ്മോസ്ഫിയറിൽ തന്നെ നിൽക്കും, ലിബറേറ്റ് ആയത് അതുപോലെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന എക്സോസ്റ്റിൻ്റെ ഒരു പ്രസൻസ് കൊണ്ടാണ് താജ്മഹലിൻ്റെ മാർബിള് അതിൻ്റെ കളറ് ഡിറ്റീരിയോറേറ്റ് ആവുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ കാരണം എന്തൊക്കെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അഡ്വേഴ്സ് ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാവുമെന്ന് നോക്കാം. ആക്ച്വലി ഈ ഒരു പൊല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഒരിക്കലും ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവാറില്ല. ഏത് പൊല്യൂഷൻ ആണെങ്കിലും അതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാത്രമാണ് ഉള്ളത്. സോ ഫസ്റ്റ് നമുക്ക് എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ ഹ്യൂമൻ ബീങ്സ് നോക്കാം. ഈ മനുഷ്യരിൽ എങ്ങനെയാണ് എയർ പൊല്യൂഷൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നതെന്ന് നോക്കാം. സോ കുറച്ച് പൊല്യൂട്ടൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊല്യൂട്ടൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് റെസ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പൊല്യൂട്ടൻസ് കൂടുതലായിട്ടുള്ള എൻവയോൺമെന്റിൽ നമ്മൾ കുറച്ച് നാൾ താമസിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഇമ്പാക്റ്റ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡസ്റ്റ്. അപ്പോൾ ഡസ്റ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് സിലിക്കോസിസും ആസ്ബറ്റോസിസും ഒക്കെയാണ് വരുന്നത്. അലർജിക് ഡിസീസസ് ആണ്. സ്നീസിങ് പോലെയൊക്കെ, കണ്ടിന്യൂസ് സ്നീസിങ്, ഹെഡേക്ക്, ഇതൊക്കെ ഈ ഡസ്റ്റ് കൊണ്ടുണ്ടാവുന്നൊരു ഇമ്പാക്റ്റ് ആണ്. ദെൻ സൾഫർ ഡയോക്സൈഡ്, അതും റെസ്പിറേറ്ററി ഡിസീസസ്, സഫോക്കേഷൻ, ഇറിറ്റേഷൻസ് ഒക്കെയാണ്. ദെൻ കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ആക്ച്വലി കാർഡിയോവാസ്കുലർ ആൻഡ് പൾമണറി ഡിസീസസ് ആണ്. അപ്പോൾ ഈ കാർഡിയോവാസ്കുലർ എന്ന് പറയുമ്പം ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ആണ്. ദെൻ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ക്യാൻസറിന് വരെ കാരണമാകും അത്. ലെഡ് എന്ന് പറയുമ്പോൾ പോയിസണിങ് ഉണ്ടാവും, അതായത് ഡെത്തിന് വരെ കാരണമാകുന്ന പോയിസണിങ് ഉണ്ടാവും. മെർക്കുറി ആണെങ്കിൽ നെർവിനും ബ്രെയിൻസിനും കിഡ്നി വരെ ഡാമേജ് ചെയ്യാനുള്ള ഒരു അത്രയും ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഒരു പൊല്യൂട്ടൻ്റ് ആണ് മെർക്കുറി. ദെൻ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറയുമ്പോൾ ലങ്സിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു പൊല്യൂട്ടൻറ്റിൻ്റെ എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസീസസും സഫോക്കേഷനും ഇറിറ്റേഷനും ഒക്കെ സംഭവിക്കുന്നു. ഇത് എയർ പൊല്യൂട്ടൻസ്, ഈ പറഞ്ഞ എയർ പൊല്യൂട്ടൻസ് ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ് എഫക്റ്റുകളാണ്. ദെൻ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ അനിമൽസ്. അതിൽ കുറച്ച് ഫ്ലൂറിൻ, ആഴ്സനിക്, ലെഡ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഒക്കെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ ആണെങ്കിൽ ലോസ് ഇൻ വെയ്റ്റ്, ഡയേറിയ, ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ്. ലാക്ക് ഓഫ് അപ്പറ്റൈറ്റ് എന്ന് പറയുമ്പോൾ വിശപ്പില്ലായ്മയാണ്. അങ്ങനെ വിശപ്പില്ലായ്മ വരുമ്പോൾ തന്നെ എന്താണ്, ഫുഡ് കഴിക്കാതിരിക്കുന്ന ടൈമിൽ ലോസ് ഇൻ വെയ്റ്റ് ഉണ്ടാവും. ദെൻ ഡയേറിയ. ആർസനിക് എന്ന് പറയുമ്പോൾ വൊമിറ്റിംഗ്, പാരലൈസിസ് ആൻഡ് ഡെത്ത് വരും. അതായത് ശരീരം പാരാലിസിസ്, ശരീരം തളർന്നു പോകുന്ന ഒരു അവസ്ഥ, വൊമിറ്റിംഗ്, ദെൻ ഡെത്ത്. ലെഡ് എന്ന് പറയുമ്പോൾ സെയിം, വെയിറ്റ് ലോസും പാരാലിസിസ് ആൻഡ് ഡെത്തും ഡയറിയാണ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ എക്സ്പോഷർ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ, അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് വരികയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ക്യാൻസർ തന്നെ ആയിരിക്കും.
ദെൻ നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിന് എങ്ങനെ ഈ ഒരു എയർ പൊല്യൂട്ടൻസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിൽ സൾഫർ ഡയോക്സൈഡ് വന്നു കഴിഞ്ഞാൽ ഈ പ്ലാന്റിന്റെ ലീവ്സിന്റെ സർഫസ് എല്ലാം ബ്ലീച്ച് ആയി പോകും. ബ്ലീച്ച് ആവുക എന്ന് വെച്ചാൽ അതിന്റെ ആ കളർ കൊടുക്കുന്ന ക്ലോറോഫില്ലൊക്കെ അങ്ങ് പോവും. ദെൻ നൈട്രജൻ ഓക്സൈഡ് ആണെങ്കിൽ പ്രീമച്വർ ലീഫ് ഫോൾ. പ്രീമച്വർ എന്ന് വെച്ചാൽ ലീഫ് നന്നായിട്ട് വളരുന്നതിന് മുമ്പ് തന്നെ, തളിരായിട്ട് ഇരിക്കുന്ന സമയത്ത് തളിരില തന്നെ പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. ദെൻ ഓസോൺ വന്നിട്ട് ഓസോൺ എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ ഡെഡ് ഏരിയാസ് ഫോംഡ് ഓൺ ദ ലീവ് സ്ട്രക്ചർ. അതായത് ചില ലീവ്സിന്റെ ചില സ്ഥലങ്ങൾ മാത്രം ഇങ്ങനെ ഡെഡ് ആയിട്ടിരിക്കും. അതായത് നമ്മൾ ഉണങ്ങിപ്പോയി കരിഞ്ഞു പോയി എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഡെഡ് ആയിട്ടിരിക്കും. ദെൻ പെറോക്സി അസൈൽ നൈട്രേറ്റ്, അത് പ്രീമച്വർ ലീഫ് ഫോൾ തന്നെയാണ്. ദെൻ ഫ്ലൂറൈഡ്സിന്റെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ കൊളാപ്സ് ഓഫ് ലീവ്സ് ആൻഡ് ടിഷ്യൂസ്. ഈ ലീവ്സും ടിഷ്യൂസും ഒക്കെ നശിച്ചു പോകുന്നതാണ്. കൊളാപ്സിയ മീൻസ് അത് ഡിസ്ട്രോയിഡ് ആവുന്നു എന്നാണ് അതിന്റെ ഒരു മീനിങ്. ദെൻ എഫക്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ ഓൺ മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസിന് ഏതെങ്കിലും കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബ്സ്റ്റൻസ്, പിന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസിന് എങ്ങനെ ഇമ്പാക്റ്റ് കൊടുക്കുന്നു എന്ന് നോക്കാം. അതിൽ സൾഫർ ഡയോക്സൈഡും ഹൈഡ്രജൻ സൾഫൈഡ് ആണെങ്കിൽ മെറ്റീരിയൽ പെയിന്റ് ആണ്. പെയിന്റിന് എന്ത് എഫക്റ്റ് വരുന്നത്? ഒന്ന് ഫെയ്ഡിങ് ആൻഡ് ഡീകളറേഷൻ. ഈ ഫെയ്ഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് മങ്ങി പോകുന്നതിനെയാണ്. ആ കളറിന്റെ ഒരു അതിന്റെ ഒരു ഭംഗി അത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്. ആൻഡ് ഡീകളറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറ് നഷ്ടപ്പെട്ടു പോകുന്നതിനെയാണ് ഡീകളറേഷൻ എന്ന് പറയുന്നത്. ദെൻ സൾഫർ ഡയോക്സൈഡും ആസിഡ് ഗ്യാസ് ഒക്കെ ആണെങ്കിൽ അത് ലെതറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ലെതറാണ് ഈ സൾഫർ ഡയോക്സൈഡും ആസിഡ് ഗ്യാസും അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതെങ്കിൽ ലെതർ വീക്കനിങ് ആവും, അതായത് അതിൻ്റെ സ്ട്രെങ്ത് റെഡ്യൂസ് ആവും. ദെൻ ഈ റബ്ബറിലാണ് സൾഫർ ഡയോക്സൈഡും ഓസോണും എക്സ്പോഷർ വരുന്നെങ്കിൽ റബ്ബർ വീക്കനിങ്, അതിൻ്റെയും സ്ട്രെങ്ത് റെഡ്യൂസ് ആവും, അതുപോലെ അതിൽ ക്രാക്സ് ഫോം ചെയ്യും. ദെൻ ഈ സൾഫർ ഡയോക്സൈഡും ആസിഡ് ഗ്യാസും ബിൽഡിംഗ് മെറ്റീരിയൽസിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതെങ്കിൽ ഡീകളറേഷൻ ആണ്, അതിൻ്റെ കളർ നഷ്ടപ്പെട്ടു പോകും. അതായത് ഇപ്പം മാർബിളൊക്കെ നല്ല കളറൊക്കെ ഉള്ള മാർബിൾ ആണെങ്കിൽ അത് ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് കൺവേർട്ടഡ് ആയി പോകും. ദെൻ ബ്ലാക്ക് കളർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലേക്ക് മാറത്തില്ല. അവിടെയൊക്കെ ചെറിയ ചെറിയ പാച്ചസ് അവിടെ ഇവിടെയൊക്കെ ഈ കുറച്ച് നമുക്ക് എസ്തെറ്റിക്സ് നഷ്ടപ്പെടുന്ന രീതിയിൽ ചെറിയ പാച്ചസ് ഒക്കെ ഫോം ചെയ്ത് വരും. ദെൻ ഗ്യാസ് മെറ്റൽസ് ആണെങ്കിൽ അതിന് കൊറോഷൻ സംഭവിക്കും. ഇപ്പൊ സൾഫർ ഡയോക്സൈഡും ആസിഡും ഒക്കെ ഗ്യാസ് മെറ്റൽസിലേക്ക് വരികയാണെങ്കിൽ അതിൽ കൊറോഷൻ സംഭവിക്കും. ദെൻ ഈ സൾഫർ ഡയോക്സൈഡും ആസിഡ് ഗ്യാസും പേപ്പറിലേക്ക് വരികയാണെങ്കിൽ, പേപ്പറിന് കൂടുതലായിട്ടും ഈ സൾഫർ ഡയോക്സൈഡും ആസിഡ് ഗ്യാസും ഒക്കെ വരികയാണെങ്കിൽ, എക്സ്പോഷർ കിട്ടുകയാണെങ്കിൽ അതിൽ എംബ്രിട്ടിൽമെന്റ് സംഭവിക്കും. എംബ്രിട്ടിൽമെന്റ് എന്ന് പറയുമ്പോൾ പേപ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ, കുറച്ച് സ്മൂത്ത് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്, അതങ്ങ് കുറച്ച് ഹാർഡായിട്ട് മാറും, സ്റ്റിഫായിട്ട് മാറും. Then next, effect of air pollution on climate. Dust, smoke, fly ash, then fog, smog, ഇതുപോലുള്ള സസ്പെൻഡഡ് പർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് ശരിക്കും വിസിബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ എൻവയോൺമെന്റിന്റെ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഇമ്പാക്ട് ശരിക്കും റോഡിലൊക്കെ ആണെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവും എന്നാണ്. അതുപോലെ എയർ ട്രാഫിക് വരുമ്പം അവിടെയൊക്കെ ആക്സിഡന്റ് കൂടുതലായിട്ട് നടക്കും. അതാണ് ശരിക്കും അതുപോലെ സോളാർ റേഡിയേഷൻസ് പെട്ടെന്ന് സ്കാറ്റർ ചെയ്ത് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. ദെൻ ഈ ഒരു എയർ പൊല്യൂഷന്റെ ക്ലൈമറ്റിലുള്ള ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു ഇമ്പാക്ട്, ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ആണ്. സോ നോർമൽ കേസസിൽ യൂഷ്വലി സോളാർ റേഡിയേഷൻസ്, അതായത് ഇപ്പം അൾട്രാവയലറ്റ് ആണെങ്കിലും ഇൻഫ്രാറെഡ് ആണെങ്കിലും ഇങ്ങനെയുള്ള സോളാർ റേഡിയേഷൻസ് എർത്തിന്റെ സർഫസിലേക്ക് വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോവാറാണ്. പക്ഷേ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ, അതായത് അതിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ, എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ
ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈ സോളാർ റേഡിയേഷൻസിനെ റിഫ്ലക്റ്റ് ചെയ്ത് വിടുന്നതിന് പകരം ഇവരിതിനെ അബ്സോർബ് ചെയ്ത് വെക്കാൻ നോക്കും, അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഈ സോളാർ റേഡിയേഷൻസിനെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എർത്തിൻ്റെ സർഫസിലെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ദാറ്റ് ഗ്ലോബൽ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പൊ ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നതിന്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് പോളാർ ഐസും ഗ്ലേസിയേഴ്സും ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു മെൽറ്റിംഗ് സംഭവിക്കുന്നതിന്റെ പാർട്ടായിട്ട് ഫ്ലഡിങ്, ഓക്കെ, ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ ആണ്. അപ്പൊ കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷനിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും സെൻട്രൽ ബോർഡാണ് ഈ ഒരു കൺട്രോളിങ്, എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ആക്ഷൻസും ഡിസിഷൻസും ഒക്കെ എടുക്കുന്നത്. നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയും, PCB, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ അണ്ടർടേക്കിംഗ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലായിരിക്കും. അപ്പം റൂൾസും ലോസും ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് റൂൾസും റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഈ എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള 3 മെത്തേഡ്സ്, ശരിക്കും ഈ റൂൾസും ലോസും ഒക്കെ വരുന്നത്, അതായത് ഇപ്പോൾ ഫൈൻ ഒക്കെ വെക്കുന്നത്, അതുപോലെ ഓരോ ഇൻഡസ്ട്രീസിൽ നിന്നും പുറത്തേക്ക് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്യാസസിനൊക്കെ ഇത്ര കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ലിമിറ്റ് വെക്കാൻ പറ്റും. അപ്പം അത് ഒരു ഈ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട്, അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻ കൺട്രോൾ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ വെജിറ്റേഷൻ, സെക്കൻഡ് വൺ പ്രോപ്പർ ടൗൺ പ്ലാനിങ്, തേർഡ് വൺ ശരിക്കും ആസ് എൻജിനീയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ്. ആക്ച്വലി ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. പൊല്യൂഷൻ ഒരിക്കലും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. ഇപ്പൊ ഡെവലപ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമന്റെ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നിടത്തോളം പൊല്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സൈഡാണ്, അല്ലെ, അതിൻ്റെ ഒരു അതർ സൈഡാണ്. അപ്പൊ അത് നമുക്ക് ഇല്ലാതാക്കാൻ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ഫസ്റ്റ് വൺ വെജിറ്റേഷൻ. വെജിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്ലാന്റ്സും ട്രീസും ഒക്കെ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ഓക്സിജനെ, ഫ്രഷ് എയർ നമുക്ക് കിട്ടും. ഓക്സിജനെ അവർ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സൈക്ലിക് പ്രോസസ്സാണ്. സോ മാക്സിമം ഈ ഒരു വെജിറ്റേഷൻ അല്ലെങ്കിൽ അഫോറസ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ പ്രോപ്പർ ടൗൺ പ്ലാനിങ് ആണ്. പ്രോപ്പർ ടൗൺ പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി പ്ലാൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടുന്ന ചില സജഷൻസ് ഒക്കെയാണ്, എടുക്കേണ്ടുന്ന കുറച്ച് മെഷേഴ്സ് ഒക്കെയാണ്. അതായത് ഒരു സിറ്റി ഉണ്ടെങ്കിൽ അതിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എല്ലാം ഒരു സൈഡിലായിരിക്കണം, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു സൈഡിലായിരിക്കണം. ദെൻ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ലിബറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലേക്ക് കൊടുക്കുക. ഈ ഹോസ്പിറ്റൽസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങും ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഇൻഡസ്ട്രീസ് ഒക്കെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് അങ്ങ് ക്ലോസ്ഡ് ആയിട്ട് ഹെവി ഇൻഡസ്ട്രീസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരുപാട് ക്ലോസ്ഡ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ക്ലോസ്ഡ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഈ പൊല്യൂട്ടൻസ് എല്ലാം അവിടെ തന്നെ, അതായത് കൂടുതലായിരിക്കും. കുറച്ച് ഒരു സ്പേസ് ഇട്ട് നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു സിറ്റി അല്ലെങ്കിൽ ടൗൺ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ദെൻ തേർഡ് വൺ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ് ആണ്. ഇത് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ സൈഡാണ്. എല്ലാ ഇൻഡസ്ട്രീസിലും, അതിപ്പം വലിയ ഇൻഡസ്ട്രീസ് ആണെങ്കിലും ചെറിയ ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലായിടത്തും ഇതുപോലുള്ള പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് എക്സാമ്പിൾസ്, ഒരു പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾസ് ആണ് സെറ്റിലിംഗ് ചേമ്പേഴ്സ്, സൈക്ലോണിക് സെപ്പറേറ്റേഴ്സ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്. അപ്പം ഇതിൻ്റെ ഒരു ഫങ്ഷനും അതിൻ്റെ ഒരു ഫിഗറും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം.
പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെന്റ്സിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെറ്റ്ലിംഗ് ചേമ്പേഴ്സ്. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിലും മെറ്റലർജിക്കൽ ഇൻഡസ്ട്രീസിലും നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ 40 മൈക്രോൺ സൈസുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഈ മൈക്രോൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ യൂണിറ്റ്, അതായത് മില്ലിമീറ്ററിനേക്കാളും ചെറിയൊരു യൂണിറ്റ് ആണ് മൈക്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1000 മൈക്രോൺ ആണ്. ദെൻ ഇതിൻ്റെ അകത്തുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റി ആണ്. ആ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ സ്ലൈഡ് നമ്പർ 20 നോക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സെറ്റ്ലിംഗ് ചേമ്പേഴ്സിൻ്റെ ഒരു ലൈൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഒരു ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് പൊല്യൂട്ടഡ് ഗ്യാസിനെ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു ഇൻലെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഇൻലെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടാപ്പേർഡ് ഷേപ്പാണ്, അതായത് ഒരു ഇൻക്ലൈൻഡ് ഷേപ്പ് അല്ലേ. അവിടെ ഏരിയ കുറവാണ്. അപ്പം ഈ ഏരിയ കുറവുള്ള ഒരു പ്ലേസിൽ കൂടെ നമ്മൾ ഗ്യാസ്, പൊല്യൂട്ടഡ് ഗ്യാസിനെ കയറ്റി വിടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. ദെൻ ആ നടുക്ക് മിഡിലുള്ള ഒരു റെക്ടാങ്കുലർ ചേമ്പറിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ ഏരിയ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂടുമ്പം നോർമലി വെലോസിറ്റി കുറയും. അപ്പോൾ പൊല്യൂട്ടഡ് ഗ്യാസിൻ്റെ ഫ്ലോ വെലോസിറ്റി കുറയുമ്പോഴത്തേനും ആ വെലോസിറ്റി കുറഞ്ഞു, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയും കൂടെ വരുമ്പോഴത്തേനും ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ പൊല്യൂട്ടഡ് ഗ്യാസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ വന്ന് ആ റെക്ടാങ്കുലർ ചേമ്പറിൻ്റെ താഴ്വശത്തുള്ള ഹോപ്പേഴ്സിലേക്ക് വീഴുകയാണ്. ദെൻ വീണ്ടും ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഏരിയ കുറവാണ്, വെലോസിറ്റി വീണ്ടും കൂടും. അപ്പോൾ ഈ പൊല്യൂട്ടഡ് പാർട്ടിക്കിൾസ് എല്ലാം സെറ്റിൽ ഡൗൺ ചെയ്തതിന് ശേഷം ആ ക്ലീൻ എയർ ഔട്ട്ലെറ്റിൽ കൂടെ പുറത്തേക്ക് പോവും. ദെൻ ഈ ഹോപ്പർ ഇങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫില്ല് ചെയ്ത് നിറയുന്ന അനുസരിച്ച് നമുക്ക് ആ ഹോപ്പേഴ്സിൻ്റെ എൻഡിൽ 2 ഡോർ കൊടുത്തിട്ടുണ്ട്, ഡോർ അറ്റാച്ച്ഡ് ആണ്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സെറ്റ്ലിംഗ് ചേമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേഷൻ ആണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ശരിക്കും ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ കൂടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടെ പൊല്യൂട്ടഡ് ഗ്യാസിനെ നമ്മൾ പാസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ കൂടെ ഈ പൊല്യൂട്ടഡ് ഗ്യാസ് പാസ് ചെയ്യുമ്പോഴത്തേനും ആ പൊല്യൂട്ടഡ് ഗ്യാസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഇലക്ട്രിക്കലി ചാർജ്ഡ് ആവാൻ തുടങ്ങും. അപ്പം അതിൻ്റെ അകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡും ഉണ്ടാവും, പോസിറ്റീവ്ലി ചാർജ്ഡും ഉണ്ടാവും. സോ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത് തന്നെ ഡിസ്ചാർജ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യാനും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ അട്രാക്ട് ചെയ്യാനും അതിൻ്റെ അകത്ത് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. സോ ഓപ്പോസിറ്റ് ചാർജസ് ഉള്ള പാർട്ടിക്കിൾസ് ആ ഇലക്ട്രോഡിലേക്ക് അറ്റാച്ച്ഡ് ആവുകയും പ്യുവർ ആയിട്ടുള്ള ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. ഇലക്ട്രിക് ഫീൽഡിലൂടെ പൊല്യൂട്ടഡ് ഗ്യാസിനെ പാസ് ചെയ്യിക്കും. അപ്പോൾ ആ പൊല്യൂട്ടഡ് ഗ്യാസിൻ്റെ അകത്തുള്ള പാർട്ടിക്കിൾസിനും ചാർജ് ആവും, അത് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആവും. അപ്പോൾ ഈ ചാർജുള്ള പൊല്യൂട്ടഡ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ആ ഇലക്ട്രോഡിലേക്ക് കയറി അറ്റാച്ച്ഡ് ആവും. ബാക്കിയുള്ള ഗ്യാസ് ക്ലീൻ ആയിട്ട് ആ ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യും. ദെൻ ഏറ്റവും ലാസ്റ്റ് നമുക്ക് സൈക്ലോൺ സെപ്പറേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. ആക്ച്വലി സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് സിമെൻറ്റ് ഇൻഡസ്ട്രീസിലും പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലും ഒക്കെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് 2 പാർട്ടാണുള്ളത്. ടോപ്പിലായിട്ട് വരുന്ന ഒരു സിലിണ്ടറും ദെൻ അതിൻ്റെ താഴെ വരുന്ന ഒരു ഇൻവെർട്ടഡ് കോണുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോഴാണ് അതിനെ സൈക്ലോൺ സെപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈ പൊല്യൂട്ടഡ് ഗ്യാസിനെ നമ്മൾ ആ സിലിണ്ടറിക്കൽ പോർഷനിലേക്കാണ് കയറ്റിവിടുന്നത്. സോ ഇതിങ്ങനെ ഒരു സർക്കുലർലി മൂവ് ചെയ്യാൻ തുടങ്ങും, അതായത് ഒരു വോർട്ടെക്സ് മൂവ്മെൻ്റ് എന്ന് പറയും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആക്ഷനാണ് അവിടെ വരുന്നത്. സോ ഇതിങ്ങനെ ആ സിലിണ്ടറിക്കൽ പോർഷനിൽ നിന്ന് ഈ പൊല്യൂട്ടഡ് ഗ്യാസ് റൊട്ടേറ്റ് ചെയ്ത് താഴത്തെ കോണിക്കൽ ആ ഒരു പോർഷനിലേക്ക് പോവും. ദെൻ അവിടെ എത്തുമ്പോൾ ഈ പാർട്ടിക്കിൾസ്
ഡസ്റ്റ് പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ആ കോണിക്കൽ പോർഷനിലേക്ക് ഡെപ്പോസിറ്റ് ആവുകയും ദെൻ ബാക്കി പൊല്യൂട്ടഡ് മെറ്റീരിയൽസ് എല്ലാം ആ ഡസ്റ്റ് എല്ലാം റിമൂവ് ആയിട്ടുള്ള ക്ലീൻ എയർ മാത്രം തിരിച്ച് സിലിണ്ടറിലേക്ക് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തെത്തിയിട്ട് അത് പുറത്തേക്ക് ലിബറേറ്റ് ആവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ജസ്റ്റ് ആ ക്ലാസ് സമ്മപ്പ് ചെയ്ത് തരാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 3rd മൊഡ്യൂളാണ്. അപ്പം അതിൽ എൻവയോൺമെൻറ്റ് എന്താണെന്നും എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്തു. ദെൻ എയർ പൊല്യൂഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൻ്റെ ഒരു ഡെഫിനിഷൻ, അതിൻ്റെ സോഴ്സസ്, ദെൻ അതിൻ്റെ എഫക്റ്റ് ഓരോന്നിലും ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, അനിമൽസ്, മെറ്റീരിയൽസ്, ക്ലൈമറ്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിച്ചു. ദെൻ അതിനുശേഷം കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ, അതിൽ തന്നെ വെജിറ്റേഷൻ, ടൗൺ പ്ലാനിങ്, ദെൻ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സ്, ദെൻ ആ പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ്സിൽ 3 എക്യുപ്മെൻറ്റ്സ്, സെറ്റിലിംഗ് ചേമ്പേഴ്സ്, സൈക്ലോൺ സെപ്പറേറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഓക്കെ, താങ്ക് യു.